ഞാൻ ഓരോ ആഴ്ചയും ഒരുപാട് ആൻജിയോപ്ലാസ്റ്റികൾ ചെയ്യാറുണ്ട്. അതും 22 വർഷത്തിലേറെയായിട്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇപ്പോഴും ഹാർട്ടിന്റെ ബ്ലോക്കിനേക്കാളേറെ പേടി ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ചാണ്. അതുകൊണ്ട് പലരും ചോദിക്കും കുറച്ചു കാലം കൂടെ മരുന്ന് കഴിച്ചൊക്കെ അങ്ങനെ പോയിക്കൂടെ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻജിയോപ്ലാസ്റ്റി എന്താണെന്നുള്ളതും സത്യസന്ധമായ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ആ കോംപ്ലിക്കേഷൻസ് എങ്ങനെ തടയാമെന്നുള്ളതും നിങ്ങൾക്ക് സ്വയം തന്നെ എന്തൊക്കെ ആക്റ്റീവായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആൻജിയോപ്ലാസ്റ്റി സേഫ് ആക്കാമെന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആൻജിയോപ്ലാസ്റ്റി എന്താണ്? നമ്മളിൽ പലർക്കും അറിയാവുന്ന പോലെ അതൊരു പൈപ്പിനകത്ത് ബ്ലോക്ക് നീക്കുന്ന പോലെ തന്നെയാണ്. അതിനായിട്ട് ഒരു ട്യൂബ് ഉപയോഗിക്കും, പിന്നെ ഒരു വയറിടും, ഒരു ബലൂൺ ഇട്ടിട്ട് ബ്ലോക്കെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം അവിടെ വൃത്തിയുള്ള ഒരു സ്റ്റെന്റ്, ഒരു ട്യൂബ് ഇട്ട് കൊടുക്കും. ഇതിൽ നെഞ്ച് കീറലില്ല, മുറിക്കലില്ല, അനസ്തീഷ്യയുടെ ആവശ്യമില്ല. ഇനി ആർക്കൊക്കെയാണ് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരിക? ഒന്നാമത്തത് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള മാരകമായ അവസ്ഥ സംഭവിക്കുന്നവർക്ക് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി നിർബന്ധമായിട്ട് വേണ്ടി വരും. അതിന്റെ കാരണം അവരുടെ ഹൃദയത്തിലെ പ്രധാനപ്പെട്ട ഒരു രക്തധമനി ഏതെങ്കിലും അടഞ്ഞു പോയിട്ടുണ്ടാവും. ഈ 100% അടഞ്ഞ രക്തധമനി ഉടനെ 90 മിനിറ്റുകൾക്കകം തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഹൃദയ മാംസപേശികൾ കാര്യമായിട്ട് നശിക്കും. ചിലർക്കെങ്കിലും മരണം വരെ സംഭവിക്കാം. മേജർ അറ്റാക്കുള്ള ഒരു വ്യക്തിക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം മരുന്ന് ചികിത്സയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം വളരെ കുറവായിരിക്കും. ബ്ലീഡിംഗ് റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻ അല്ല, നിർബന്ധമാണ്. രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് മൈനർ അറ്റാക്കുകൾ, എൻ സ്റ്റെമി എന്നാണ് പറയാം. ഇതിൽ രക്തധമനിയിലെ രക്തോട്ടം മുഴുവനായിട്ട് നിന്ന് പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ മൈനർ അറ്റാക്ക് മേജർ അറ്റാക്കിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 1-2 ദിവസങ്ങൾക്കകത്ത് തന്നെ ബ്ലോക്ക് നീക്കുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തത് ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ മേജർ അറ്റാക്കോ മൈനർ അറ്റാക്കോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൽ ബ്ലോക്ക് കണ്ടിട്ടുണ്ടാവും. അത് ഭാവിയിൽ ഒരു അറ്റാക്കിലേക്ക് പോകുന്നത് തടയാൻ, അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നടക്കുമ്പോൾ നെഞ്ചുവേദനയോ കിതപ്പോ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി പറയും. ഇങ്ങനെയുള്ള ചില കേസുകളിലെങ്കിലും ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം മരുന്ന് ചികിത്സയും ഫലപ്രദമായിരിക്കും. ഇനി ആൻജിയോപ്ലാസ്റ്റിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എമർജൻസി കേസിൽ ആകെ ഒരു 2 മുതൽ 5% വരെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ പറയാം. എമർജൻസി അല്ലാത്ത രൂപത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ വെറും 1 മുതൽ 2% വരെ ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് വരുള്ളൂ. ഇതിൽ ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ മരണത്തിനുള്ള റിസ്ക് ആണ്. ഇത് കൂടുതലും സംഭവിക്കുന്നത് എമർജൻസി ആയിട്ട് മേജർ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി സമയത്ത് ഹൃദയം വളരെ ലോലമായിരിക്കും. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും രക്തയോട്ടം മുഴുവനായിട്ട് നിൽക്കാം, അതല്ലെങ്കിൽ ഹൃദയമിടിപ്പ് താളം തെറ്റാം, മരണം സംഭവിക്കാം. എമർജൻസി അല്ലാത്ത രൂപത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മരണ റിസ്ക് വളരെ കുറവാണ്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. ഇത് കൂടുതലും സംഭവിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ബലൂൺ വികസിപ്പിക്കുന്ന സമയത്ത് പ്ലാക്ക് പൊട്ടിപ്പോകുന്നത് കാരണം, ബ്ലഡ് ക്ലോട്ട് ആവുന്നത് കാരണം, അതല്ലെങ്കിൽ രക്തധമനിയിൽ വിള്ളൽ വരുന്നത് കാരണം. പക്ഷേ ഇത് തടയാൻ മാർഗ്ഗങ്ങളുണ്ട്. രക്തം കട്ടി ഉറക്കുന്ന മരുന്നുകളുണ്ട്. ഇനി രക്തധമനിയിൽ വിള്ളൽ വരികയാണെങ്കിൽ അവിടെ സ്റ്റെന്റ് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ സ്ട്രോക്ക് ആണ്, പക്ഷാഘാതം. ഇത് പലപ്പോഴും സംഭവിക്കുക ബ്ലഡ് ക്ലോട്ട് ഹൃദയത്തിൽ നിന്നോ അതല്ലെങ്കിൽ കഴുത്തിലെ രക്തധമനിയിൽ നിന്നോ ബ്രെയിനിലേക്ക് പോകുന്നത് കാരണമാണ്. ഇത് തടയാനായിട്ട് നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ട്യൂബ് വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കഴുത്തിൽ നിന്നുള്ള സ്ട്രോക്ക് നമുക്ക് തടയാനും സാധിക്കും. പലരും ചോദിക്കും